എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങള് കുറച്ച് ഇറഗുലറാണ്. ഇപ്പം കഴിഞ്ഞ വീഡിയോയ്ക്ക് ശേഷം കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാനും കുറച്ചുകൂടെ റെഗുലർ ആകാനും ഒക്കെ ശ്രമിക്കുന്നതായിരിക്കും. ഇന്നത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ന്യൂസുകളിൽ നിറഞ്ഞിരിക്കുന്ന ഡിസ്കഷനിൽ നിറഞ്ഞിരിക്കുന്ന വിഷയമാണ് ഈ എയർലൈൻസിന്റെ ഒരു കേസ്. എയർലൈൻസ് ഡിലേസ്, ഫ്ലൈറ്റുകളുടെ ഡിലേസ്, ഫ്ലൈറ്റ് ക്യാൻസലേഷൻസ്, അതുമൂലം യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകള് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരക്ഷിതാവസ്ഥയാണ് ഈ എയർ ട്രാവലേഴ്സിനെ സംബന്ധിച്ചോളം, എയർ ട്രാവലിനെ സംബന്ധിച്ചോളം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിന്റെ ഒരു കാരണം, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ബേസിക്കലി ഒരു 18 മാസം മുമ്പ്, 1.5 വർഷം മുമ്പ് ഗവൺമെന്റ് ഒരു പുതിയ റെഗുലേഷൻസ് കൊണ്ടുവന്നു എയർ ട്രാവലിംഗ്, എയർലൈൻസിന് വേണ്ടി. അത് FDTL എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ എയർലൈൻ ക്രൂസിന് ബേസിക്കലി പർട്ടിക്കുലർലി പൈലറ്റ്സിന് വേണ്ടിയുള്ള അവർക്ക് കൂടുതൽ റെസ്റ്റ് കിട്ടാനുള്ള ഒരു റൂളാണ്. അപ്പം ഇത് എന്തിനാണെന്ന് വെച്ചാൽ കസ്റ്റമർ സേഫ്റ്റി ആണ്. കാര്യം പൈലറ്റ്സുകളുടെ റെസ്റ്റ് ഇല്ലായ്മ പല അപകടങ്ങൾക്കും കാരണമാകും എന്നുള്ള നിഗമനത്തിൽ ഇത് ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളിലും ഒരു ഇംപ്ലിമെന്റ് ചെയ്ത ഒരു പോളിസിയാണ്. അതിന്റെ വെച്ചിട്ട് ഇവിടുത്തെ DGCAയും ഏവിയേഷൻ മിനിസ്ട്രിയിൽ കൂടെ ഇംപ്ലിമെന്റ് ചെയ്തതാണ്. അത് 2 ഘട്ടമായിട്ടാണ്. ഒന്ന് കഴിഞ്ഞ ജൂലൈയിൽ ഒരു ഘട്ടം ചെയ്തു, ഒരു ഫേസ്, പിന്നെ November 1 രണ്ടാമത്തെ ഫൈനൽ ഇത് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ ഈ ഇൻഡിഗോ എന്ന് പറയുന്ന എയർലൈൻസ്, അതായത് നമ്മുടെ ഏറ്റവും വലിയ ലാർജസ്റ്റ് എയർലൈൻസ്, ഡൊമസ്റ്റിക് എയർലൈൻ പ്ലെയർ, അതായത് 60% ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് നടത്തുന്ന, ഒരു ദിവസം 2200 ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻഡിഗോ ആണ് ഇതിന്റെ പ്രധാന കാരണക്കാര്. അപ്പൊ ഇതിന്റെ കേസിന് പല കാരണങ്ങൾ, ഇപ്പം ഡിജിറ്റൽ പ്രശ്നങ്ങള്, ഇൻഫ്രാസ്ട്രക്ചർ പ്രശ്നങ്ങള്, ബുക്കിംഗ് പ്രശ്നം, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായ കാര്യം ഇപ്പോൾ കൊണ്ടുവന്നതിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ ഇൻഡിഗോ എന്ന് പറയുന്ന എയർലൈൻ ആണ്. അപ്പം എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ലാർജസ്റ്റ് ഓപ്പറേറ്റർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ റെഗുലേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാന് അവർ ശരിക്കും പ്ലാൻ ചെയ്തില്ല. ഇപ്പൊ എന്താണ് ഈ റെഗുലേഷൻസ് ചോദിച്ചാല്, ഇപ്പം പൈലറ്റ്സിന് നേരത്തെ 36 മണിക്കൂറാണ് വീക്ക്ലി റെസ്റ്റ് കൊടുക്കണമായിരുന്നത് മാക്സിമം. അപ്പൊ അതിപ്പം 48 hours ആക്കി. അതുപോലെ തന്നെ ഇപ്പോ ഒരു റെസ്റ്റിന് ശേഷം അടുത്ത റെസ്റ്റിന്റെ ഗ്യാപ്പ് 168 hours കൂടാൻ പാടില്ല എന്നുള്ള നിയമം. പിന്നെ ഈ നൈറ്റ് ലാൻഡിങ് എന്നുള്ളത്, അത് നേരത്തെ ഒരു വീക്കിലെ ഒരു പൈലറ്റിന് 6 എണ്ണം ചെയ്യാമായിരുന്നത് ഇപ്പൊ 2 ആക്കി. അത് തന്നെയല്ല, ഈ നൈറ്റ് ലാൻഡിങ്ങിന്റെ ടൈമിങ്ങിൽ മാറ്റം ഉണ്ടായി. നേരത്തെ അത് 12 മണി മുതൽ 5 മണിയാണെങ്കിൽ ഇപ്പൊ 6 മണി വരെ ഇത് നീട്ടി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്, ഇപ്പൊ എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ അല്ലെ എക്സിസ്റ്റിംഗ് പൈലറ്റ്സിനെ വെച്ചിട്ട് ഇപ്പം ഓപ്പറേറ്റ് ചെയ്യുന്ന ഫ്ലൈറ്റ്സുകൾ നടത്താൻ പറ്റത്തില്ല. ബിക്കോസ് അവരുടെ നമ്പർ ഓഫ് അവേഴ്സ് കുറഞ്ഞു. അപ്പം കൂടുതൽ പൈലറ്റ്സിനെ വേണം. ഇൻഡിഗോ അത് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. ഇൻഡിഗോ അത് ലെതാർജിക് ആയിരുന്നു, അല്ലെങ്കിൽ അവരത് മൈൻഡ് ചെയ്തില്ല. എന്ത് കാരണമായാലും, അല്ലെ മിസ്പ്ലാനിങ് ആയിരുന്നു, അല്ലെ മിസ്മാനേജ്മെന്റ് ആയിരുന്നു എന്ന് പറയും. കാര്യം അവര് ഇങ്ങനെ ഒരു റെഗുലേഷൻ വന്ന് 18 മാസമായിട്ട് അവർക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിട്ടും അവരത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ചെയ്തില്ല. അപ്പം അത് ഇപ്പൊ പൈലറ്റ്സിന്റെ റിക്രൂട്ട്മെന്റ് അവർ ഫ്രീസ് ചെയ്തു, അവരുടെ പേ ഫ്രീസ് ചെയ്തു. അങ്ങനെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ആവശ്യമായ പ്ലാനുകൾ ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവര് ഈ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലീൻ റിസോഴ്സ് മാനേജ്മെന്റ് ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് അവർ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ അവർക്ക് അതൊരു ധൈര്യം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല്,
ആൾക്കാർ പറയുന്നതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവർ ലാർജസ്റ്റ് ഓപ്പറേറ്റർ ആണ്. അപ്പൊ ഈ ലാർജസ്റ്റ് ഓപ്പറേറ്റർ 2200 ഫ്ലൈറ്റ് 65% മാർക്കറ്റ് ഷെയർ ഉള്ള ഒരു കമ്പനിയാണ്, എയർലൈൻസ് കമ്പനിയാണ്. അപ്പൊ അവര് ഡിസ്റപ്റ്റ് ആയാൽ, അവരുടെ ഫ്ലൈറ്റുകൾ ഡിസ്റപ്റ്റ് ആയാല് അത് ടോട്ടൽ എയർ ട്രാവലിനെ ബാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം ഗവൺമെന്റ് ഇവര് റിലാക്സ് ചെയ്ത് കൊടുക്കും. അതായത് ഇവരെ എന്തിനു വേണ്ടി വാദിച്ചോ അത് ഗവൺമെന്റ് അങ്ങ് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളൊരു ധാർഷ്ട്യമാണോ ഇതിന്റെ പുറകെന്ന് അറിയത്തില്ല, അതോ അവരുടെ അനാസ്ഥ കൊണ്ടാണോ. എന്തായാലും ഇവര് ഇത്രയും സമയം 18 വർഷം കൊടുത്തു. ഇത് 18 മാസം കൊണ്ട് ഇവർക്ക് ഇത് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവര് ശരിക്കും പീനലൈസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിന്റെ ഒരു കാരണം എന്നുള്ള പറയാം. ഇപ്പം ഈ നടത്തേണ്ട പല കാര്യങ്ങളും അവർ റിലാക്സ് ചെയ്ത് കൊടുത്തു. അപ്പൊ അത് തന്നെയല്ല, പല കാര്യങ്ങളും ചെയ്യാനുള്ള സമയം നീട്ടിക്കൊടുത്തു. മനസ്സിലായി, 1 നവംബർ ചെയ്യേണ്ടതാണ്, അത് നീട്ടിക്കൊടുത്തു. അപ്പൊ അത് അവരുദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്നതിനും കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതെല്ലാം അയവിയെ വരുത്തി പഴയ രീതിയിലേക്ക് തന്നെ കൊണ്ടുപോയി ഈ ഇൻഡിഗോയ്ക്ക് അവര് ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുമോ എന്ന് തന്നെ നമുക്ക് സംശയമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു അവരുടെ ഉദ്ദേശമെന്ന്. പക്ഷെ ഇതിന്റെ ഏറ്റവും ഒരു കാരണം എന്ന് പറഞ്ഞാല് ഈ മൊണോപ്പൊളി അല്ലെങ്കിൽ പോലും ഉള്ളൊരവസ്ഥയാണ്. ഇപ്പൊ എയർലൈൻസ് നോക്കിയാൽ ഒരു 10 വർഷം മുമ്പ് ഇവിടെ എത്ര എയർലൈൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരുന്നു? ഒരു 6-8 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു ആക്ച്വലി. ജെറ്റ് എയർവേസ്, ഗോ എയർ, അങ്ങനെ ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പം മെയിൻലി ആയിട്ട് ഇൻഡിഗോയും എയർ ഇന്ത്യയും ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ വളരെ സ്മോൾ പ്ലേയേഴ്സ് ആണ്. ചുരുക്കത്തിൽ എന്താ ചോദിക്കുന്നത്, ഇൻഡിഗോ ആണ് ഡിക്റ്റേറ്റ്, അവർക്ക് ദേ ക്യാൻ ഡിക്റ്റേറ്റ് ടേംസ് എന്നുള്ള രീതിയിലാണ് കാര്യം അവരിപ്പോ നമ്മൾ കാണുന്ന പോലെ തന്നെ അവരുടെ ഫ്ലൈറ്റ്സുകൾ ക്യാൻസൽ ചെയ്യുകയും അല്ലെ അവർക്ക് ഇത് ചെയ്ത് ലിയാവൊക്കെ ചെയ്യുമ്പം ടോട്ടൽ ട്രാഫിക്കിനെ ബാധിച്ചു. ബിക്കോസ് അവരുടെ എയർക്രാഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് പല എയർപോർട്ടുകളിലും അവരുടെ ബേസ് അല്ലെ പാർക്കിംഗ് ഏരിയ ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് മറ്റുള്ള എയർലൈൻസിനെ അത് ബാധിച്ചു. അവർക്ക് വരാനും അവർക്ക് ലാൻഡ് ചെയ്യാനും അവിടെ പാർക്ക് ചെയ്യാനും ഉള്ള സാധ്യതയില്ലാതായി എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത് അവരുണ്ടാക്കിയത് അവരുടെ ഫ്ലൈറ്റുകളെ മാത്രമല്ല മറ്റുള്ള എയർലൈൻസിന്റെ ഫ്ലൈറ്റുകളെയും ബാധിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു ടോട്ടൽ കയസ് ആണ് ആക്ച്വലി അവർ സൃഷ്ടിച്ചത്. ഇത് ഗവൺമെന്റ് തന്നെ എനിക്കത് അവർ നേരത്തെ ഇത് അലേർട്ട് ചെയ്തിരുന്നു, റിമൈൻഡ് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്നെങ്കിൽ ഈ 18 മാസം ആയിട്ട് ഇപ്പം നവംബർ 1 വരേണ്ട ഒരു പ്രാവർത്തികമാകേണ്ട ഒരു ഇത് ഇപ്പോഴെങ്ങനെയാണ് അതിന്റെ ഇത് വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം വീണ്ടും അവര് 1-ാം തീയതി മുതൽ ഇത്രയും നാൾ വരെയും അവരത് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ജൂലൈ 1 ഒരു ഫേസ് ഉണ്ടായിരുന്ന സമയത്തും അവർ പാലിക്കുമോ എന്നുള്ളത് ഇപ്പോഴാണ് അവർ റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നത്. അതാണ് സംഭവിച്ചത്. ഇപ്പൊ ഇതൊരു മൊണോപോളിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒളിഗോപോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തതിൽ നിന്നുണ്ടാകുന്ന ഒരു കാരണമാണിത്. ഇപ്പൊ നമ്മൾ ഇത് വലിയൊരു ഇതാണ്. നമ്മൾ ടെലികോം ഏരിയ സെക്ടർ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും എന്താ ചെയ്യുന്നത്, ഒരു 10 വർഷം മുമ്പ് എത്ര പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു? ഇപ്പൊ ആകെ ജിയോയും എയർടെലുമായല്ലോ, പിന്നെ വോഡാഫോൺ ചെറിയൊരു ഇത്. ചുരുക്കത്തിൽ അവരാണ് ഭരിക്കുന്നത്. അവർക്ക് എന്ത് വേണമെങ്കിലും ഇപ്പൊ നമുക്കൊരു ജിയോയുടെ ഇഷ്ടമല്ല എങ്കിൽ മാക്സിമം പോകാൻ പറ്റുന്നത് എയർടെലിലേക്കാണ്, അല്ലെ എയർടെലിൽ നിന്ന് ഇവിടെ രണ്ടും ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെയാണ് കസ്റ്റമർ സർവീസും ഒക്കെ നടത്തുന്നത്. അപ്പൊ നമുക്ക് വേറെ മാർഗമൊന്നുമില്ല, വേറെ ഒരു ഇടത്തേക്ക് പോകാനുള്ള ഇതില്ല. ഇവരാണെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സർവീസ് ഇംപ്രൂവ് ചെയ്ത് മറ്റുള്ളവരുടെ ഷെയർ പിടിക്കാനുള്ള ഒരു ശ്രമവും നമ്മൾ കാണുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ കസ്റ്റമേഴ്സിനെ ശരിക്കും മുതലെടുക്കുകയാണ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് ഒരു കാര്യമുണ്ട്, ദേ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. അത് പോട്ടെ, അവർ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യും, അവരുടെ റൈറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യും. ഇപ്പൊ എയർലൈൻസ് തന്നെ എന്തുമാത്രം റൈറ്റ്സുകളുണ്ട്. ഫ്ലൈറ്റ് ഡിലേ ആയാല്, ക്യാൻസൽ ആയാല്, അവർക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തില്, അവർക്ക് അക്കോമഡേഷൻ കൊടുക്കുന്ന കാര്യത്തില് അത് എത്ര പേര് അവൈൽ ചെയ്യുന്നു, എത്ര പേര് ചോദ്യം ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല. സോ മിക്കവാറുമുള്ള എല്ലാ സർവീസ് സെക്ടറുകളിലും ഇതിലും കമ്പനികളെ കസ്റ്റമേഴ്സിന് ഇപ്പം ഈ ഡെലിവറി ആപ്സ് ആയാലും അവരെല്ലാം ചെയ്യുന്ന പല കാര്യങ്ങളും ആരും ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതാണ് ഇത് വഴിതെളിക്കുന്ന ഏറ്റവും വലിയ കാര്യം.
ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഈ സംഭവിച്ച ഈ സ്ഥലത്തില് ഫ്ലൈറ്റുകൾ ഡിലേ ആക്കിയപ്പം എന്താ സംഭവിച്ചത്? കഴിഞ്ഞ കുറെ ദിവസമായിട്ട് 10 to 15 ടൈംസ് റേറ്റിംഗ് കൂട്ടി എല്ലാ എയർലൈൻസും. എന്തൊരു അൺഎത്തിക്കൽ ബിസിനസ് പ്രാക്ടീസ് ആണ്, അല്ലെങ്കിൽ എന്ത് മര്യാദഘട്ട ഒരു ബിസിനസ് ആണ്, അതൊരു ഇതാണ്. പ്രോഫിറ്റ്, ലാഭം ഉദ്ദേശിച്ചും മാത്രം. അതായത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് പേര കത്തുമ്പം വാഴ വെട്ടുക എന്ന് പറയുന്ന അത്ര സംഭവമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. എന്ത് അൺഎത്തിക്കൽ ബിസിനസ് പ്രാക്ടീസ് ആണ് ചെയ്തത്. ആ സമയത്ത് ഒന്നാമത് പിന്നെ ഈ ട്രാവലേഴ്സ് ബുദ്ധിമുട്ടി, അവരെ അൺസർട്ടൺ ആയിട്ട് അവർക്ക് പ്ലാൻ ചെയ്ത ഇതൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ള ഇതൊക്കെ വെച്ച് വറി ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് അവര് അത് മുതലെടുക്കാനൊരു ശ്രമം നടത്തി. ഇപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെന്റ് ഇടപെട്ടൊരു ക്യാപ്പ് ഉണ്ടാക്കി. ഒരു 500 കിലോമീറ്റർ വരെ ഇത്ര, 1500 കിലോമീറ്റർ വരെ ഇത്ര എന്നൊക്കെ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ അവര് ഇപ്പം ഹൈദരാബാദ് ടു കൊച്ചി ഫോർ എക്സാമ്പിൾ ഒരു സാധാരണ റേറ്റ് എന്ന് പറഞ്ഞാൽ 6000 5000 to 6000 ഒക്കെയാണ് പീക്ക് അല്ലാത്ത സമയങ്ങളിലും ഈ വീക്ക് ഡേയ്സിലും ഒക്കെ. പിന്നെ അത് മാക്സിമം ഒരു 8000 ഒക്കെ ചിലപ്പം പോകും വീക്ക് ട്രെയിൻസിലെ മൺഡേയിലും ഒക്കെ ആയിട്ട്. പക്ഷെ ഇത് ഞാൻ നോക്കിയപ്പോ എല്ലാം 12,000 താഴെയാണ്, ജസ്റ്റ് 12,000 താഴെ എന്ന് പറഞ്ഞാൽ അതാണ് ക്യാപ്പ് ആ ഡിസ്റ്റൻസിൽ. അപ്പൊ അവര് അത് ആക്ച്വലി അത് കൊടുത്ത ക്യാപ്പ് അത് ശരിക്കും മുതലെടുക്കുകയാണ്. ഇത് ശരിക്കും എന്ത് പിന്നെ നമ്മുടെ രാജ്യത്ത് എന്തുവാ ശരിക്കും നടക്കുന്നത്? ഐ മീൻ ആർക്കും എന്തും ചെയ്യാമെന്നുള്ളത്. അത് എന്താ പറയുക, സാധാരണ ജനങ്ങൾക്കല്ല, ഇതേപോലുള്ള ആൾക്കാർക്ക് അവർക്കൊക്കെ എന്ത് കസ്റ്റമേഴ്സിനോട് എന്തും കാണിക്കാമെന്നുള്ളൊരു ധാർഷ്ട്യം, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അനുവദിക്കുമോ അവര്? പിന്നെ ഇത്രയും ഇത് കാണിച്ചിട്ട് അവരിപ്പോഴും വളരെ അവിടെ ഇരിക്കുകയാണ്. സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇട്ട് എക്സിൽ പോസ്റ്റ് ചെയ്ത് കുറെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ അത് ന്യായീകരിച്ച് അവരവിടെ നിൽക്കുകയാണ്. എന്ത് ഗവൺമെന്റ് പീനലൈസ് ചെയ്യുന്നത്? ഗവൺമെന്റ് പീനലൈസ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കി. ബിക്കോസ് ഇവരെ പീനലൈസ് ചെയ്ത് ഇവര് പിന്നെ ഇവർക്ക് ഓപ്പറേഷൻ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എയർ ട്രാവൽ മുഴുവൻ തകർച്ചയിലാവും. പിന്നെ വേറെ ഏതെങ്കിലും എയർലൈൻസ് വരിക, അല്ലെങ്കിൽ വേറെ എയർ ഇന്ത്യ പോലുള്ള കമ്പനികൾ അവർക്ക് അതിനുള്ള ഫ്ലീറ്റ് ഉണ്ടോ, ഇത് ഇത്രയും ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഭയങ്കര ഒരു 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 റോഡ് ബ്ലോക്ക് ആയിട്ട് മാറുകയാണ് സംഭവം. അപ്പം ഇത് ശരിക്കും പല പോളിസികളുടെയും ഇതാണ്. ഞാൻ പറഞ്ഞില്ലേ, പല കമ്പനികൾ, അതായത് ഓരോ സെഗ്മെന്റ്സിലെ പണ്ട് ഒരു കാലത്ത് ഈ ഇവിടെ ഭയങ്കര എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് സെക്ടറിൽ മാത്രമായിരുന്നു. അന്ന് നമുക്ക് ഓർമ്മയുണ്ട്, ഇവിടെ പിന്നെ ഒരു സ്കൂട്ടർ വേണമെങ്കിൽ, ഒരു ടെലിഫോൺ വേണമെങ്കിലും ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വർഷങ്ങളോളം കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് പിന്നീട് ഈ മൻമോഹൻ സിംഗിന്റെ കാലത്ത്, പി.വി. നരസിംഹറാവുവിന്റെ കാലത്ത് ലിബറലൈസേഷൻ ഉണ്ടായി. ഇവിടെ പ്രൈവറ്റ് സെക്ടറിനെ പല സംഘങ്ങളിലും ഇത് ചെയ്ത് ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടായി. അവര് വളരെ എഫിഷ്യന്റ് ആയിട്ടും വളരെ പിന്നെ വളരെ പിന്നെ എന്താ പറയുന്നത്, വളരെ അഗ്രസീവായിട്ടുള്ള റേറ്റിലൊക്കെ ഓരോ സർവീസുകളും ഓരോ ഇതും നമുക്ക് കിട്ടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അത് ഒരു 15 വർഷം, കഴിഞ്ഞ 10 വർഷത്തിനകം അത് ഭയങ്കരമായി ഡിറ്റോറിയേറ്റ് ചെയ്തു. അതായത് അത് ഈ പറഞ്ഞ പോലെ പല പ്ലേയേഴ്സും ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു. അവർക്ക് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ എക്സിറ്റ് ചെയ്ത് ചില ആൾക്കാരുടെ മാത്രം പിടിയിൽ ഓരോ സെക്ടർ വെച്ചപ്പോൾ അവരവരുടേതായിട്ടുള്ള പിന്നെ ടേംസ് ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. കസ്റ്റമേഴ്സിന് യാതൊരു വിലയില്ലാതായി. അതിന്റെ ഒരു ഭാഗമാണ് ഇത്. ഇനി ടെലികോമിന് ഇത് തന്നെ സംഭവിക്കും. അതുപോലെ മറ്റുള്ള സെക്ടേഴ്സിൽ ഇതുപോലെ ഒളിഗോപ്പൊളി അല്ലെ മൊണോപ്പൊളികളിടത്തൊക്കെ ഇത് സംഭവിക്കും എന്ന് തന്നെയാണ്. ഇത് എങ്ങനെയാണ് നമ്മളിത് ഇതിനെ എതിർക്കുന്നത്? ഇതിനെ എന്ത് മാറ്റം ഉണ്ടാക്കണം? ഇപ്പൊ പിന്നെ എന്താ പറയുന്നത്, തെരഞ്ഞെടുപ്പുകൾ കൂടെ ഇവിടുന്ന് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് ഒരു പരിധി വരെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പൊ ഈ എയർലൈൻസ്, എയർ ട്രാവൽ എന്ന് പറയുന്നത് പണ്ടൊക്കെ ഒരു ലക്ഷറി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ സാധാരണ ആൾക്കാർ അത്യാവശ്യത്തിനും അർജൻസിക്കും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അപ്പൊ അതുകൊണ്ടത് പിന്നെ വലിയ ആൾക്കാരുടെ കാര്യമൊന്നും അല്ല. ഇത് ഒരുവിധപ്പെട്ട എല്ലാ സാധാരണക്കാരുടെയും ആവശ്യമാണ്. അവരെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. അറിയാം, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ബാക്കി പത്രങ്ങൾ എങ്ങനെയാണ്, ഇൻഡിഗോ എങ്ങനെയാണ്. എന്തായാലും ഇൻഡിഗോയെ നിലനിൽക്കുമോ, ഇൻഡിഗോ എങ്ങനെ ഇതിനെ ഈ ക്രൈസിസിൽ നിന്ന് രക്ഷപ്പെടും
ഇത് എയർ ട്രാവൽ ഇൻഡസ്ട്രി എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് നമുക്ക് കണ്ടു നോക്കാം. കണ്ടു തന്നെ കാത്തിരുന്ന് കാണാം. ഈ ഭാഗ്യേന്ദ്രയാണ് ഒരു കാര്യം കൂടെ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ കുറച്ച് നാളും ആയിട്ട് നാരായണമൂർത്തിയും അതേപോലുള്ള കുറേ ആൾക്കാരും വർക്കിംഗ് അവേഴ്സ് വീക്ക്ലി 78-90 അവേഴ്സൊക്കെ ആക്കണമെന്ന് ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നവർ. അപ്പം അവിടെ എന്തോ ഉദ്ദേശമായാലും ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ പൈലറ്റ്സിൻ്റെ വർക്കിംഗ് അവേഴ്സ് കൂട്ടണം, 78 അവേഴ്സ് 98 അവേഴ്സ് ആകണമെന്ന് ഇവരാരെങ്കിലും ആവശ്യപ്പെടുമോ? ആവശ്യപ്പെടത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ എയർ ട്രാവൽ ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ പൈലറ്റ്സിന് ആവശ്യമായ റെസ്റ്റ് വേണമെങ്കിൽ മാത്രമേ അവരുടെ സേഫ്റ്റി എൻഷുർ ആകൂ. അവരെ കൂടെ ബാധിക്കുന്നൊരു പ്രശ്നമായതുകൊണ്ട് അവർ പറയത്തില്ല. അതേസമയം മറ്റുള്ള വർക്കേഴ്സ്, ഇപ്പോൾ IT-യിലായാലും അല്ലാത്തടത്തായാലും വർക്കേഴ്സ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇവർ നടത്തുന്ന കമ്പനികൾക്കും ഒക്കെയാണ് ലാഭവും ഗുണവും ഉണ്ടാകുന്നത്. അവരെ സംബന്ധിച്ചുള്ള അതിന് ഒരു ദോഷമില്ല. ഇത് ഇവർ ചെയ്യുന്ന വർക്കേഴ്സിനാണ് പിന്നെ അതിൻ്റെ ഭവിഷ്യത്തുകൾ, ശാരീരികവും മാനസികവുമായുള്ള ക്ഷീണവും പ്രയാസങ്ങളും ഉണ്ടാകുന്നത്. അത് ഈ പറയുന്ന ആൾക്കാർക്കില്ല. പക്ഷേ അവരിത് പറയത്തില്ല. അവരുടെ സേഫ്റ്റി ആവശ്യമായ സ്ഥലങ്ങളിൽ അതിനെ നിയന്ത്രിക്കുന്ന അതിനെ ബാധിക്കുന്ന കാര്യങ്ങളാകുമ്പം അവരത് ആവശ്യപ്പെടുത്തില്ല. ഞാൻ ഭാഗ്യത്തിനാണ് പറഞ്ഞതേ ഉള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.